വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ദേവദാസ് നന്മണ്ട. അക്ഷരങ്ങളും ചില ആശയങ്ങളും ചിലപ്പോഴൊക്കെ നമ്മെ പുതിയ മനുഷ്യരാക്കി മാറ്റാറുണ്ട്. അത്രയ്ക്ക് ശക്തിയാണ് അക്ഷരങ്ങൾക്കും അവ ചേർന്നുണ്ടാകുന്ന വാക്കുകൾക്കും. ഇങ്ങനെ വാക്കുകളുടെ ശക്തി മനുഷ്യരിൽ സൃഷ്ടിക്കുന്ന ചിന്താപരമായ ചില മാറ്റങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഈ വിധം ചിന്താപരമായും ആശയപരമായും മാറ്റം വന്നവർ ലോകത്തെവിടെയുമുണ്ട്, നമ്മുടെ നാട്ടിലുമുണ്ട്. ഇത്തരം മാറ്റങ്ങൾക്ക് പലപ്പോഴും നിമിത്തമാകാറുള്ളത് ചില സാഹിത്യകൃതികളോ ചിലരുടെ പ്രസംഗങ്ങളോ അതല്ലെങ്കിൽ ആകർഷണീയമായ ചില പ്രത്യേക ആശയങ്ങളോ മുദ്രാവാക്യങ്ങളോ ആവാം. ഈ വിധം ഒട്ടേറെ മനുഷ്യ മനസ്സിനെ മാറ്റാൻ പ്രേരണയായി തീർന്ന ഒരു ഇംഗ്ലീഷ് കവിതയുണ്ട്. ഫ്രീഡം എന്നാണ് കവിതയുടെ പേര്. മനുഷ്യസ്നേഹിയായ കവി എന്നറിയപ്പെടുന്ന രവീന്ദ്രനാഥ ടാഗോറാണ് അതെഴുതിയത്. അസ്വതന്ത്രരായി അടിച്ചമർത്തപ്പെട്ട അനേകർക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള പ്രാഥമിക ബോധവും അടിമത്തത്തിൽ നിന്ന് മോചനം ആഗ്രഹിച്ചവർക്ക് പ്രതീക്ഷയുടെ വെളിച്ചവും ഏകിയ ഫ്രീഡം എന്ന ആ ചെറു കവിതയുടെ പ്രസക്തി കാലമേറെ കഴിഞ്ഞിട്ടും ഒട്ടും കുറഞ്ഞിട്ടില്ല. മനുഷ്യ ആവശ്യങ്ങളിൽ പ്രധാനമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് ആ കവിത പറയുന്നത് എന്നതാണ് അതിൻ്റെ കാരണം. ഫ്രീഡം എന്ന് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഓർമ്മയിൽ ആദ്യം തെളിയുന്ന ചിത്രം ബ്രിട്ടീഷുകാരിൽ നിന്നും നമ്മുടെ രാജ്യം നേടിയെടുത്ത 1947 രാഷ്ട്രീയ സ്വാതന്ത്ര്യമായിരിക്കാം. രാജ്യം കൈവരിച്ച ആ സ്വാതന്ത്ര്യം ആത്യന്തികമായി മനുഷ്യ സ്വാതന്ത്ര്യം തന്നെയാണ്. കാലങ്ങളായി സ്വാതന്ത്ര്യത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്നവർ ഇന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ടെന്നിരിക്കെ 2 ചോദ്യങ്ങൾ ഇവിടെ പ്രസക്തമാണ്. അതിലൊന്നാമത്തേത് എന്താണ് സ്വാതന്ത്ര്യം എന്നതാണ്. രണ്ടാമത്തേത് എന്തിനാണ് നമുക്ക് സ്വാതന്ത്ര്യം എന്നതും. ഒരർത്ഥത്തിൽ സ്വാതന്ത്ര്യം എന്നത് വെളിച്ചമാണ്, മനസ്സിനെയും ശരീരത്തെയും പൂർണ്ണമോചനത്തിലേക്ക് നയിക്കുന്ന വഴിവെളിച്ചം. ഇന്നത്തെ കാലത്ത് അവനവന് യുക്തമായതെന്തും തിരഞ്ഞെടുക്കുന്നതിനും ആവശ്യമില്ലാത്തതിനെ നിരാകരിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യം നമുക്കെല്ലാവർക്കും ഉണ്ട്. ഈ സ്വാതന്ത്ര്യമാണ് നമ്മുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുന്നതും ജീവിതത്തിന് തിളക്കമേകുന്നതും. ഇങ്ങനെ ജീവിതം ഉദാത്തമാകുന്നതിന് പ്രേരണയേകുന്ന ശക്തമായ ചില മുദ്രാവാക്യങ്ങളും ചില സാഹിത്യകൃതികളും വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഏതൊരു സാധാരണക്കാരൻ്റെയും ജ്ഞാനമണ്ഡലത്തിലുണ്ടായിരിക്കും. മറ്റ് ഏത് ഭാഷയിലും എന്ന പോലെ ഇംഗ്ലീഷിലും അതുണ്ട്. എൻ ഐഡിയ ക്യാൻ ചേഞ്ച് എ ലൈഫ് എന്ന് കേട്ട് കാണും. മറ്റുള്ളവർക്കായി നിർദ്ദേശിക്കാറുള്ള ഒരു സാധാരണ വാക്യമാണിത്. വ്യക്തിത്വമാറ്റത്തിന് പ്രേരണയേകുന്ന ഒരു പ്രയോഗശൈലി കൂടിയാണിത്. ജീവിതത്തെ തീർത്തും സ്വതന്ത്രമാക്കി അതിനെ ആഘോഷമയമാക്കുക എന്നത് ഏത് സാധാരണക്കാരൻ്റെയും സ്വപ്നമാണ്. അതിന് വേണ്ടതോ സ്വാതന്ത്ര്യവും. സ്വന്തം സ്വത്വത്താൽ ജീവിതം സ്വതന്ത്രമാക്കുന്നതിനെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ. എത്ര സുന്ദരമായിരിക്കും ആ ജീവിതം. ദൗർഭാഗ്യവശാൽ ഈ യന്ത്രയുഗത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് തന്നെ ഒരുതരം യാന്ത്രികത സംഭവിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. സ്വാതന്ത്ര്യത്തിൻ്റെ സൂക്ഷ്മഭേദങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനോ പഠിക്കുന്നതിനോ ഉള്ള നമ്മുടെ താല്പര്യം തന്നെ കുറഞ്ഞു വരുന്നതായി കാണുന്നു. സ്വാതന്ത്ര്യ നിഷേധത്താൽ സംഭവിക്കുന്ന ചൂഷണങ്ങളും ബുദ്ധിവേട്ടയും ഇല്ലാതാക്കാൻ സ്വാതന്ത്ര്യത്തിന് മാത്രമേ കഴിയൂ എന്നതാണ് സത്യം. അഭിപ്രായ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം തുടങ്ങി ദൈവത്തിൽ വിശ്വസിക്കുന്നതിനും വിശ്വസിക്കാതിരിക്കാനും ഉള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. ഇതൊന്നും കൂടാതെ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന പൗരാവകാശങ്ങളൊക്കെയും പൗരസ്വാതന്ത്ര്യം കൂടിയാണ്. ഇതര ലോക മനുഷ്യ സമൂഹത്തെ അപേക്ഷിച്ച് സ്വാതന്ത്ര്യത്തിൻ്റെ അന്തസ്സും ആവശ്യകതയും നന്നായി അറിയുന്നവരാണ് ഇന്നത്തെ കേരളീയ സമൂഹം. എങ്കിലും ചിലരിപ്പോഴും ചില അസ്വാതന്ത്ര്യത്തിൻ്റെ തടവറയിൽ തന്നെയാണ്. ജാതിയുടെയും മതത്തിൻ്റെയും മതിൽക്കെട്ടിനുള്ളിൽ കഴിയുന്ന ഒരു വിഭാഗം വേറെയുണ്ട്. കൂടാതെ എന്നും ഭയത്തോടെ ജീവിക്കുന്ന ഒരു വിഭാഗവും ഉണ്ട്. ഫലമോ ജീവിതത്തിൻ്റെ നന്മയും മേന്മയും അസ്വാതന്ത്ര്യവും വിവേചിച്ചറിയുന്നതിൽ പലരും പരാജിതരാകുന്നു. ഇവിടെയാണ് ശാസ്ത്രാധിഷ്ഠിത ചിന്തകളും യുക്തിബോധവുമാണ് ജീവിതത്തെ സൃഷ്ടിപരവും സർഗാത്മകവും ആക്കുന്നത് എന്ന ബോധത്തിലേക്ക് നാം ഉയരേണ്ടത്. അതുവഴി നമ്മുടെ സ്വപ്നങ്ങളും സ്വത്വങ്ങളും സംസ്കാരവും പൈതൃകങ്ങളും പരിരക്ഷിക്കപ്പെടുന്ന സ്വാതന്ത്ര്യത്തിനാകട്ടെ ഇനിയുള്ള നമ്മുടെ സമയവും ശ്രമങ്ങളും. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ദേവദാസ് നന്മണ്ട.